സങ്കടമില്ലേ, അങ്ങനെയില്ലേ, ഇങ്ങനെയില്ലേ ചോദിക്കണ സാബിറാൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. സാബിറ ഏതോ ഒന്ന് കമൻറ്റ് ഇട്ടോളുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് എങ്ങനെ റീൽസ്, എനിക്ക് വാശിയായിരുന്നടി, വാശിയായിരുന്നു, ജീവിക്കാനുള്ള വാശി. ആ മരിച്ചവിടെ നിന്ന് ഇങ്ങോട്ട് വാശി തുടങ്ങി. കാരണം ഷാജി അത്രയും കാലം കൂടെ നിന്ന് സപ്പോർട്ട് നിന്നിട്ട് നമ്മൾ വെറും പുല്ല് വില കൽപ്പിച്ചിട്ട് പോയ ആൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞിട്ട് നിന്ന, അല്ലെങ്കിൽ ഷാജി എന്താ പറയുക, മരിച്ച് 40 കഴിഞ്ഞ് പണിക്ക് ഇറങ്ങാൻ കാരണേ, ഞാൻ പണിക്കിറങ്ങിയില്ലേ എൻ്റെ മക്കൾ മണ്ണ് വാരി തിന്നേണ്ട അവസ്ഥയിൽ, മുറ്റത്ത് കിടക്കണ മണ്ണില്ലേ ആ മണ്ണ് വാരി തിന്നാം. കാരണം അങ്ങനത്തെ അവസ്ഥയിലാണ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ മണ്ണ് വാരി തിന്നേണ്ട അവസ്ഥയിൽ എത്തുമ്പോഴാണ് എൻ്റെ മക്കളെ ഞാൻ എന്താക്കുന്നുള്ള ഒരു മൈൻഡിൽ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളി. അല്ലെങ്കിൽ ഇവിടെ ഈ കമൻസ് ഇടുന്നവളുമാർ വീട്ടിൽ ഭർത്താക്കന്മാർ കൊണ്ടുവന്ന് തിന്നണവളുമാർക്ക് അറിയില്ല ഈ 5 മക്കളിനെയും ബാക്കിയുള്ളതും എങ്ങനെ ജീവിക്കും എന്താണെന്ന് ബാക്കിയുള്ളവളുമാർക്ക് അറിയില്ല. അപ്പോൾ നമ്മളുടെ കഷ്ടം നമ്മൾക്കേ അറിയുള്ളൂ. എങ്ങനെയാണ് എനിക്ക് പറ്റുന്നത്? മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും ആ സങ്കടം വാശിയായി മാറും, ജീവിക്കാനുള്ള ധൈര്യമായി മാറും, മൈൻഡ് വേറുള്ളതായി മാറും. കാരണം സങ്കടം പേറിയും കൊണ്ട് ഇരുന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളും മാമുന്നില്ല. പിന്നെ ആ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ 5 മക്കളെയും കിണറ്റിലിട്ടിട്ടോ വേറുള്ളത് ചെയ്തിട്ടോ വിഷം കൊടുത്തിട്ടോ മരിച്ചിട്ട് ഞാനും മരിക്കണം, അതിനുള്ള ഒരു സംഭവം എനിക്കില്ല. പിന്നെ ഷാജി മരിക്കാനൊക്കെ പിന്നീടാണ് 6 മാസം 7 മാസം കഴിഞ്ഞിട്ടാണ് നോക്കിയത്. അത് ഓരോരുത്തരുടെ കുത്തുവാക്കുകളും ഓരോരുത്തരുടെ മെൻ്റലാക്കണ രീതിയിലുള്ള സംസാരം കേട്ടിട്ട് ചെയ്ത പണിയാണ്. അതും സ്വയബുദ്ധിയിൽ ചെയ്തതല്ല, അത് വേറെയുള്ള ബുദ്ധിയിൽ സ്വയം ബുദ്ധിയില്ലാത്ത രീതിയിലാക്കി വെച്ചിട്ട് ചെയ്ത പണികളാണ്. അല്ലാണ്ട് ഷാജിക്ക് ജീവിക്കാനുള്ള ധൈര്യം പടച്ചോൻ നല്ല തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഷാജിൻ്റെ മൈൻഡിൽ തോന്നിയ സംഭവങ്ങളൊക്കെയാണ് ഇപ്പം നീ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. 40 കഴിഞ്ഞ് ഞാൻ പണിക്ക് പോകുന്ന ടൈമിൽ തന്നെ യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങൾ പുതിയ അക്കൗണ്ടാക്കി അങ്ങനെ ആക്കി ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മകനാണ് അത് തുടങ്ങി തന്നത്. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വന്നതാണ് ഈ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ പൈസ ഉണ്ടാക്കണ എന്തിനാണെന്ന് ചോദിച്ചല്ലോ നീ. പൈസ ഉണ്ടാക്കിയില്ലാടി എൻ്റെ മക്കൾക്ക് തിന്നാൻ പറ്റുള്ളൂ, അല്ലാണ്ട് തിന്നാൻ പറ്റില്ല. നിൻ്റെ കെട്ടിയവൻ ഗൾഫിൽ നിന്ന് വേറെ അവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് നിനക്ക് നല്ല കൊണ്ടുവന്ന് തരുമ്പോൾ നിനക്ക് ആ റീചാർജ് ചെയ്തിട്ട് ഒരു കമൻറ്റ് ഇടുമ്പോഴേക്കും ആ കമൻറ്റ് മറ്റുള്ളവരുടെ മനസ്സിലാക്കി കുത്തുന്നതെന്ന് നീ ആലോചിക്കണം. അപ്പം എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, സങ്കടം ഉണ്ടെങ്കിലും ബാക്കിയുള്ളതുണ്ടെങ്കിലും ആ 5 മക്കളെ കാണുമ്പോൾ ജീവിക്കാനുള്ള വാശിയും വൈരാഗ്യം കൂടുകയുള്ളൂ, കുറയൊന്നുമില്ല. എനിക്ക് എൻ്റെയൊക്കെ മരിച്ചു പോയാൽ സങ്കടത്തിനെക്കാട്ടിയും ദേഷ്യവും വാശിയും കൂടുതലായിരുന്നു. കാരണം അത്രയും കാലം നമ്മൾ കൂടെ നിന്നിട്ട് നമ്മൾ ഒരൊറ്റടിക്ക് ഇട്ടിട്ട് പോയില്ലേ, ആ ഒരു വാശിയും ദേഷ്യവും കൂടുതലായിരുന്നു. പിന്നെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഞാൻ ജീവിച്ച ജീവിതം എനിക്ക് മാത്രമേ അറിയുള്ളൂ, നീ ജീവിച്ച ജീവിതം നിനക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരെ ബാക്കിയുള്ളവർ ചിത്രീകരിക്കുന്നത് കണ്ടിട്ട് വിലയിരുത്താൻ വരണ്ട. വിലയിരുത്താൻ നിനക്കൊന്നും എത്തില്ല, എവിടെയും എത്തില്ല. എന്നെപ്പോലെയൊന്നും നീയാണ് പറഞ്ഞാൽ നീ എന്നോ മരിച്ചു പോയിട്ടുണ്ടാകും. കാരണം അത്രയും പ്രഷർ താങ്ങിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ പിന്നെ പറയാം. നിങ്ങളെല്ലാവരും ഇവൾ പറയുന്ന വർത്തമാനം കേട്ടോ. ഇവൾ ഏതോ ഒരാൾ ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ടതിൻ്റെ ഒരു പ്രതികാരം തീർക്കാൻ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവൾ മറ്റൊന്നും കൂടെ പറയുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോക്കാർക്കെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ ഇതിന് വേണ്ടി വരും, ഞാൻ അതും കൊണ്ട് വരും, അവർക്കുള്ളത് ഞാൻ വേറെ കൊണ്ടുവരുന്നുണ്ട്, ഇത് ഇവർക്കില്ലതാണ്. ഈ റിയാക്ഷൻ വീഡിയോക്കാർ എന്തിനാ എല്ലാവരും കുറ്റം പറയുന്നത്? നിങ്ങളായിട്ട് ഇട്ട് കൊടുക്കുന്ന കണ്ടൻറ്റ് അവർക്ക്, അല്ലാണ്ട് അവർ ഉണ്ടാക്കി പറയുന്നതല്ല. നിങ്ങളെ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് അവർക്ക് പറയാനുള്ള അഭിപ്രായം അവർ പറയുന്നതാണ്. അപ്പം നിങ്ങളായിട്ട് കൊടുക്കുന്ന എന്താ പറയുക സാഹചര്യം, നിങ്ങളാണ് ഇതിന് സാഹചര്യം ഉണ്ടാക്കുന്നത്, നിങ്ങളെപ്പറ്റി റിയാക്ഷൻ വീഡിയോക്കാർ പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോക്കാർ നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കണ്ട കാര്യങ്ങളല്ല. ഈ വീഡിയോയിൽ ഈ എന്താ പറയുക പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടിയ വീഡിയോക്ക് അവരത് കണ്ടിട്ട് അഭിപ്രായം പറയുന്നതാണ്.